ഇന്റർനാഷണൽ അക്കാഡമി ഓഫ് നിഞ്ച ആൻഡ് കിക്ക് ബോക്സിംഗ് ആണ് ഇവിടെ ഈ ക്ലാസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ 29 വർഷക്കാലം കൊണ്ട് മാങ്കാങ്കുഴി അതുപോലെ തന്നെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് നമ്മൾ ക്ലാസ്സുകൾ നടത്തുന്നുണ്ട്. നമ്മുടെ കുട്ടികളാണെങ്കിൽ ഒട്ടനവധി ചാമ്പ്യൻഷിപ്പുകളിലെല്ലാം പങ്കെടുത്തിട്ടുണ്ട്. അതിലെ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തവരുണ്ട്, നാഷണലുണ്ട്, അതുപോലെ തന്നെ ഇൻ്റർനാഷണലും ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തവരുണ്ട്. അപ്പോൾ ഇവിടെ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് നേടിയ ഒരു കൊച്ചുകുഞ്ഞാണ് ഇത്. നിഞ്ചസ്റ്റുവിൻ്റെ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത ആളാണ്. പേര് സായി, ഗോൾഡ് മെഡലായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ സായിയുടെ പ്രോഗ്രാമിൽ പങ്കെടുത്ത ശ്രാവന്തിക അനിൽ ഗോൾഡ് മെഡലായിരുന്നു. അതുപോലെ അപ്പോൾ അത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഒരു ചോദ്യം ചോദിക്കുകയാണ്. മാഷ് എത്ര വർഷമായി കാണും ഈ ഒരു മാർഷൽ ആർട്സ് മേഖലയിലേക്ക് എത്തിയിട്ട്? നമസ്കാരം. നമസ്കാരം. ഇപ്പം മാഷിൻ്റെ ഈ ഒരു മാർഷൽ ആർട്സ് സ്ഥാപനത്തിലേക്ക് നമ്മൾ ഇന്ന് എത്തിയിരിക്കുകയാണ്, നമ്മുടെ ചാനൽ. ഇപ്പം ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് എന്ന് പറയുമ്പം നമ്മുടെ പുതിയ തലമുറയിലേക്ക് മാർഷൽ ആർട്സിലേക്ക് വരുന്നതിനെ കുറച്ച് കാര്യങ്ങൾ മാഷിൻ്റെ അഭിപ്രായത്തിൽ എന്താണ് ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത്? മാർഷൽ ആർട്സ് ഞാൻ പഠിക്കുന്ന കാലം എന്ന് പറയുന്നത്, എനിക്ക് ഓർമ്മയുള്ള കാലം മുതൽ ഞാൻ മാർഷൽ ആർട്സ് പഠിക്കുന്നുണ്ട്. ഞാൻ പഠിപ്പിച്ചു തുടങ്ങിയത് 97 കാലഘട്ടത്തിലാണ്. 1997 ഞാൻ ആദ്യമായി ക്ലാസ് തുടങ്ങുന്നത്. ഞാൻ എൻ്റെ വീട്ടിലാണ് ആദ്യം മാർഷൽ ആർട്സ് ആരംഭിച്ചത്. എൻ്റെ അച്ഛനാണ് ആദ്യം ഈ ചെറിയ ചെറിയ മാർഷൽ ആർട്സിൻ്റെ കളരിയായിരുന്നു അന്ന്. കളരിയുടെ കുറേ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചത്. അങ്ങനെ അച്ഛൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിക്കുമ്പോൾ അതൊക്കെ ആകർഷണമായിട്ടാണ് ഞാൻ ഈ മാർഷൽ ആർട്സിലേക്ക് വരുന്നത്. അപ്പോൾ ആദ്യം എന്നെ കളരി പഠിപ്പിച്ച എനിക്ക് ഓർമ്മയുള്ള ഒരാളെന്ന് പറയുന്നത് ചെറിയനാട്ടുള്ള ഒരാളാണ്. ചെറിയനാട് രായപ്പനാശാൻ എന്ന് പറയും കളരി പഠിപ്പിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്താണ് ആദ്യം പഠിച്ചത്. അതിനുശേഷം ഞാൻ നമ്മുടെ ചങ്ങനാശ്ശേരിയുള്ള ഗോപി ഗുരുക്കൾ, അദ്ദേഹത്തിന് ഈരഗോപി എന്ന് പറയും, ഗോപി ഗുരുക്കൾ, അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ ഈ കളരി പഠിച്ചു. കളരിയും കുറേ പൂട്ട് വിദ്യകളും, അത് തെക്കൻ കളരിയായിരുന്നു. തെക്കൻ കളരി, അതുപോലെ വടക്കൻ്റെ കുറച്ച് തുളുനാടൻ കളരികളൊക്കെ കുറച്ച് പഠിച്ചു. അന്ന് എൻ്റെ ചെറിയ പ്രായമാണ്. അപ്പം അന്ന് പഠിച്ച കാര്യങ്ങളിൽ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് ഇപ്പോഴും നല്ല വ്യക്തമായിട്ട് മനസ്സിലുണ്ട്. എന്നാൽ കുറേയൊക്കെ മറന്നുപോയി. ആ ചെറുപ്രായത്തിലായതുകൊണ്ട് നമുക്കത് പെട്ടെന്ന് സ്റ്റെപ്പുകൾ അന്ന് പഠിച്ചത് കുറേയൊക്കെ നമുക്ക് ഇപ്പോഴും അറിയാം. എന്നാൽ മറ്റു കാര്യങ്ങളൊക്കെ പോയി. പിന്നെ അതിനുശേഷം ഞാൻ കുറേ മാർഷൽ ആർട്സ്, ഈ കരാത്തെ, ഷോട്ടോക്കാനും ഒക്കെ കുറച്ച് നാൾ പോയി. അതൊന്നും മുഴുവിക്കാൻ കഴിഞ്ഞില്ല. കാരണം എനിക്ക് അതിനകത്ത് വലിയ ഒരു ഇഷ്ടം തോന്നിയില്ല. അതിനുശേഷം ഞാൻ കുങ്ഫുവിൽ കുറച്ച് നാൾ പഠിക്കാൻ പോയി. അപ്പോൾ അതിലും എനിക്കൊരു വലിയ താല്പര്യം തോന്നാത്തതുകൊണ്ട് കുറച്ച് കാലമൊക്കെ അത് ഇങ്ങനെ നമ്മുടെ ആ സ്കൂൾ ടൈമല്ലേ, ആ സമയത്ത് അങ്ങനെ നമ്മൾ കുറച്ച് നാളൊക്കെ അങ്ങനെ അങ്ങ് പോയി. അതിനുശേഷമാണ് ഞാൻ വൈക്കം കണ്ണാടൻ എന്ന് പറഞ്ഞ ഒരു മാസ്റ്ററിനെ പറ്റി ഇങ്ങനെ കേട്ടറിഞ്ഞു. അത് എൻ്റെ ഒരു ഗുരുവായിട്ടുള്ള ഈ ഗോപി എന്ന് പറഞ്ഞ ആളാണ് എന്നെ പരിചയപ്പെടുത്തിയത്. അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി കുറേ നാൾ പോയതിന് ശേഷം അത് അന്ന് ഈ മർമ്മങ്ങളൊക്കെയാണ്, ചൂണ്ടാണി മർമ്മങ്ങളൊക്കെയാണ് പഠിപ്പിക്കുന്നത് അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ എനിക്കത് ഒത്തിരി അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. കാരണം കുറേ നാളൊക്കെ അദ്ദേഹം ഭയങ്കര പ്രശസ്തനാണ്, ഭയങ്കര കഴിവുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ രീതിയിൽ. എന്നാൽ എനിക്കത് അങ്ങോട്ട് വലിയ താല്പര്യം തോന്നിയില്ല. പിന്നെ ഞാനിങ്ങനെ മാർഷൽ ആർട്സിനെ ഇങ്ങനെ തിരഞ്ഞു പിടിച്ച് നടക്കുമ്പോഴാണ് അനിൽ ദത്ത് എന്ന് പറഞ്ഞ ഒരു ആൾ നമ്മുടെ മാങ്കാങ്കുഴിയുടെ നമ്മുടെ ഈ പ്രദേശങ്ങളിൽ ക്ലാസ് എടുക്കാനായിട്ട് വരുന്നതും അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകുന്നതും. അപ്പോഴാണ് ഈ മാർഷൽ ആർട്സ് എന്താണെന്നും ഇതിൻ്റെ ആ ഒരു കാഠിന്യം എന്താണെന്നും നമുക്ക് മനസ്സിലാക്കാൻ വ്യത്യാസം മനസ്സിലാക്കാൻ കഴിഞ്ഞു. അദ്ദേഹം പഠിപ്പിച്ചത് നിജസ്തുവാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ അടുത്തൊന്നും ഞാൻ മാറിയിട്ടില്ല. പിന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ കീഴിലായിരുന്നു. പ്രഗത്ഭനായിട്ടുള്ള, എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഞാൻ ഒരുപാട് മാസ്റ്റർമാരുടെ അടുത്ത് പോയിട്ടുണ്ട്. ഞാനൊരു ടൂർണമെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ ഒട്ടുമിക്ക ആയോധന കലാകേന്ദ്രങ്ങളിലും ഈ മാസ്റ്റർമാരുടെ അടുത്തും ഞങ്ങൾ ടൂർണമെൻറ്റുമായി ബന്ധപ്പെട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെയ്യുന്ന കാര്യങ്ങളുമൊക്കെ നമ്മൾ അവരുടെ ക്ലാസ്സുകളുമൊക്കെ കാണാനുണ്ട്. പക്ഷേ അനിൽദത്തൻ മാഷിൻ്റെ ഒരു മാർഷൽ ആർട്സ് അല്ലെങ്കിൽ അദ്ദേഹം പഠിപ്പിക്കുന്ന രീതി അത് എങ്ങും തന്നെ ഞാൻ കാണാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു
ഒരു പ്രത്യേകമായ ഒരു മാർഷൽ ആർട്സിനകത്ത് ഡിഗ്രി എന്ന് പറഞ്ഞാൽ മാർഷൽ ആർട്സിലെ പ്രഗത്ഭൻ എന്ന് പറയാം അദ്ദേഹം. മെയ്വഴക്കവും കൃത്യമായ ചുവടുകളുമൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട് മാവേലിക്കരയായിരുന്നു, കൊട്ടാറുകാവ് എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ഇപ്പം താമസിക്കുന്നത്. പിന്നെ പാണ്ടനാടാണ് അദ്ദേഹം വിവാഹം കഴിച്ചത്. പാണ്ടനാട് പുള്ളിക്ക് ഒരുപാട് സ്റ്റുഡൻസുകളുണ്ട്. അപ്പോൾ ഞാൻ പുള്ളിയുടെ വീട്ടിൽ തന്നെ നിന്ന് പഠിച്ചിട്ടുണ്ട്. എനിക്ക് അത്ര ഇഷ്ടം തോന്നിയാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി നിന്ന് പഠിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരുപാട് സ്ഥലങ്ങളിൽ ക്ലാസ് ഉണ്ട്. ട്രിവാൻഡ്രം തൊട്ടിങ്ങോട്ട് ക്ലാസ്സുകളുണ്ടായിരുന്നു. അതോടെ എല്ലാം പോയി ഞാൻ പഠിച്ചു അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ. എന്നെ ഒരു മകനെ പോലെയാണ് അദ്ദേഹം കൊണ്ടു തന്നിട്ടുള്ളത്. പക്ഷേ നിലവിൽ ഇപ്പം നിജസ്തുവിന് ഏതെല്ലാം സ്ഥലങ്ങളിൽ ക്ലാസ് നടക്കുന്നുണ്ട്? നമ്മുടെ ഇപ്പോൾ പന്തളമുണ്ട്, അടൂരുണ്ട്, ഏതാണ്ട് 10-15ഓളം സ്ഥലങ്ങളിൽ ക്ലാസ് ഉണ്ട്. ട്രിവാൻഡ്രത്തുണ്ട്, ആറ്റിങ്ങലുണ്ട്, അതുപോലെ തന്നെ പാറശാലയുണ്ട്, കൊല്ലം ജില്ലയിലുണ്ട് ക്ലാസ്. വിവിധ തരങ്ങളിൽ ക്ലാസ്സുകൾ. 15 ക്ലാസ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഏകദേശം 1500 സ്റ്റുഡൻസ് എല്ലായിടത്തും 1000 കുട്ടികൾ താഴെയുണ്ട്. 1000 കുട്ടികൾ താഴെയുണ്ട്. അതന്നെ വലിയൊരു അഭിമാന നേട്ടമല്ലേ? നല്ല നേട്ടമാണ്. നമ്മൾ ഒന്നേന്ന് തുടങ്ങിയതാണ്. ഈ പന്തളത്തൊക്കെ ഞാൻ ചെല്ലുമ്പം ആദ്യത്തെ ഡോജിൽ നമ്മൾ ഉദ്ഘാടനത്തിന് ചെല്ലുമ്പം ഒറ്റ കുട്ടിയാണുള്ളത്. ഒരാളെ ഉള്ളായിരുന്നു ദക്ഷിണ വെക്കാൻ. പക്ഷേ ഇന്ന് അവിടെ 500-ൽ പരം കുട്ടികളാണ് അവിടെ തന്നെ ഉള്ളത്. അപ്പോൾ അങ്ങനെ ഇപ്പം അതുപോലെ തന്നെ ട്രിവാൻഡ്രത്തായാലും അതുപോലെയാണ്. അപ്പം നമ്മൾ പറഞ്ഞു കേട്ടാണ് വരുന്നത്. ഇപ്പോൾ 29 വർഷക്കാലം കൊണ്ട് ഞാൻ ഇവിടെയാണ് ക്ലാസ് എടുക്കുന്നത്, മങ്കാങ്കുടി സെന്ററായിട്ട്. അപ്പോൾ നമുക്ക് ഈ ലൊക്കേഷനൂടെ ഒന്ന് പറയാം, ഇതെവിടെയാണ്? മങ്കാങ്കുടി ജംഗ്ഷനിൽ ജാനകിയമ്മ ബിൽഡിംഗ്, പന്തളം മാവേലിക്കര റൂട്ടിലെ പന്തളം മാവേലിക്കര റൂട്ടിൽ. ഇവിടെ വന്ന് തിരക്കിയാലും എന്നെ പറ്റി അറിയാം. മങ്കാങ്കുടി ജംഗ്ഷനിൽ തന്നെയാണ് നമ്മൾ ക്ലാസ് ഉള്ളത്. ഒരുപാട് കുട്ടികൾ എന്ന് വെച്ചാൽ എണ്ണമില്ല. ഇപ്പോൾ 1000 സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ 1000-ൽ കൂടുതൽ ആളുകൾ എൻ്റെ അടുത്ത് പഠിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ അത് പ്രായ വ്യത്യാസം എന്നെ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ തന്നെ പ്രായത്തിൽ കൂടുതലായിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കൾ ഒരുപാട് പേര് എൻ്റെ ശിഷ്യന്മാരായിരുന്നു. ഇവിടുത്തെ ഒരുപാട് പ്രായമുള്ളവർ 70 വയസ്സുള്ള 68 വയസ്സുള്ള 68 വയസ്സുള്ള ഒരാൾ എൻ്റെ അടുത്ത് പഠിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹവും അദ്ദേഹത്തിനനുസരിച്ചുള്ള എക്സസൈസാണ് നമ്മൾ അവർക്ക് കൊടുക്കുന്നത്. അപ്പം നമുക്ക് ചിലപ്പോൾ പ്രായമുള്ളവർക്ക് എല്ലാ എക്സസൈസും കൊടുക്കാൻ കഴിയത്തില്ല. അപ്പോൾ അതനുസരിച്ചുള്ള എക്സസൈസാണ് നമ്മൾ കൊടുക്കുന്നത്. എന്നാലും 10-60 വയസ്സിനടുത്തുള്ള ആൾക്കാർ വരെയും അങ്ങനെ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പവർ യോഗ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. പവർ യോഗ നമ്മൾ ചെയ്യിപ്പിക്കുന്നുണ്ട്. ആ പവർ യോഗ എന്ന് പറയുന്നത് സാധാ യോഗ പോലെയല്ല. നമ്മുടെ ശരീരത്തെ പവറാക്കുന്ന എക്സസൈസുകളാണ്. അത് നമ്മളിവിടെ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ഒരു എക്സസൈസാണ്. നമ്മൾ എത്ര ഓടിയാലും അല്ലാതുള്ള പ്രാണായാമങ്ങളെല്ലാം ചെയ്യുന്നതിനെക്കാട്ടി ബെറ്ററാണ് മെഡിറ്റേഷൻ. ഒരു അരമണിക്കൂർ ചെയ്യുന്നത് നല്ല ഒരു ഇതാണ്. അത് നമ്മൾ ചെയ്യുന്നുണ്ട്, പവർ യോഗ. നമ്മുടെ ഈ മാർഷൽ ആർട്സ് സ്കൂളിൽ നിന്ന് എത്ര ചാമ്പ്യൻഷിപ്പ് നമ്മൾ ഒട്ടനവധി ചാമ്പ്യൻഷിപ്പുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. നാഷണൽ ഉണ്ട്, ഇന്റർനാഷണൽ വരെ കുട്ടികളെ പങ്കെടുപ്പിച്ചിട്ടുണ്ട് നമ്മുടെ ഈ ഡോജയിൽ നിന്ന്. വിവിധ ഇപ്പം പെങ്കേസിലായിട്ടാണെങ്കിൽ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് എനിക്ക് തോന്നുന്നൊരു 5 സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ തന്നെ നമ്മളെ കുട്ടികളെ പങ്കെടുപ്പിച്ചിട്ടുണ്ട്. അതിനകത്ത് സിൽവറും ബ്രോൺസും അതുപോലെ തന്നെ ഗോൾഡ് മെഡലും കരസ്ഥമാക്കിയിട്ട കുട്ടികൾ ഇവിടെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഒരു പയ്യൻ നമ്മുടെ നാഷണൽ ചാമ്പ്യൻഷിപ്പ് പഞ്ചാബിൽ കഴിഞ്ഞ പ്രാവശ്യം പോയി വിന്നറായി. പഞ്ചാബിനെതിരായിട്ട് മത്സരിച്ച് കൊച്ചു കുഞ്ഞാണ്, ഒരു 8 വയസ്സുള്ളതാണ്. നമ്മൾ ഗോൾഡ് മെഡൽ കരസ്ഥമാക്കിയിട്ടുണ്ട്. അതുപോലെ വിവിധ തരത്തിലുള്ള ചാമ്പ്യൻഷിപ്പുകളെല്ലാം നമ്മൾ കുഞ്ഞുങ്ങളെ പരമാവധി പങ്കെടുപ്പിക്കുന്നു. ഇപ്പോൾ ഒരു വീട്ടിൽ നിന്നൊരു പയ്യനായാലും ഇപ്പോഴത്തെ ഒരു ചെറുപ്പക്കാരുടെ രീതി വെച്ച് നോക്കുമ്പോൾ ചില കുട്ടികൾ പറയത്തില്ല, ഇവൻ എന്ത് പറഞ്ഞാലും കേൾക്കില്ല. അങ്ങനെ പറയുന്ന പിള്ളേരൊക്കെ ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് മാറ്റം ഇവിടെ ക്ലാസ്സിന് വന്നിട്ടുള്ള വളരെ കുരുനഗതിയുള്ള കുഞ്ഞുങ്ങളുണ്ട്. നമ്മൾ ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ അങ്ങോട്ട് പോകുന്നത് അങ്ങനെയുള്ള കുഞ്ഞുങ്ങളൊക്കെ ഇപ്പം നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ട്. നല്ല ഡിസിപ്ലിനാണ്. ഇവിടെ വരുമ്പം തന്നെ നമ്മൾ പഠിപ്പിക്കുന്നത് ഈ മാർഷൽ ആർട്സ് മാത്രമല്ല, ഒരു കുട്ടി എങ്ങനെയാകണം എന്നതിനെ സംബന്ധിച്ച് ഒരു നല്ല മനുഷ്യനായി മാറണം, അതിനുവേണ്ടിയുള്ള ഒരു നല്ലൊരു ക്ലാസ്സുകൂടെ, ഒരു മെഡിറ്റേഷൻ ക്ലാസ്സുകൂടെ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. കുട്ടികളെ അവരുടെ സ്വഭാവത്തിൻ്റെ രീതി പരിമിതപ്പെടുത്തുവാനും അത് എല്ലാവരെയും ബഹുമാനിക്കാനും അതുപോലെ സ്വാധീനം ചെലുത്തുന്നുണ്ട്. നല്ല നിലയിൽ മാറ്റം. അതുപോലെ തന്നെ ഈ ചെറിയ ആബ്സെന്റ് മൈൻഡുള്ള കുഞ്ഞുങ്ങൾ വന്നിട്ടുണ്ട്. കാരണം ഈ ഫോണിലൊക്കെ അഡിക്റ്റ് ആയിട്ട്
കുഞ്ഞുങ്ങൾ വല്ലാത്തൊരവസ്ഥയിലേക്ക് വന്നിട്ടുള്ള കുഞ്ഞുങ്ങൾ ഇവിടെ ക്ലാസ്സിലുണ്ട്. അവർക്കൊക്കെ ഒത്തിരി മാറ്റങ്ങളാണ്. മൈൻഡ് മാറി അവർ നല്ല ദൃഢമായി മനസ്സിനെ ദൃഢമാക്കുവാനും നിശ്ചയദാർഢ്യത്തോടുകൂടി പെരുമാറുവാനും ഒക്കെ ഇനിയുള്ള തലമുറയും ഇതുപോലുള്ള ആയോധന കലകൾ പഠിക്കുന്ന കേന്ദ്രത്തിലേക്ക് എത്തുക. അതെ 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 വഴിപിഴച്ച് പോകാതെ. അതെ ആയോധന കല എവിടെ ആയാലും ഇവിടെ തന്നെയല്ല, എല്ലാ ആയോധന കലയും നല്ല നിലയിൽ നല്ലത് തന്നെയാണ്. ഒന്നിനെയും നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല. എല്ലാ ആയോധന കലയും ഒരു കണക്കിൽ പറഞ്ഞാൽ വിടണം. ശത്രുക്കളെ പ്രതിരോധിക്കുന്നതിനപ്പുറം മൈൻഡൂടെ മാറ്റിയെടുക്കാൻ പറ്റുന്ന ശത്രുക്കളെ പ്രതിരോധിക്കുക അതാണ് ഏറ്റവും പ്രധാനം. അതിലുപരി അല്ലാതെ നമ്മൾ ഉപദ്രവിക്കുക അല്ല, അതിലുപരി ഞാൻ നോക്കിയിട്ട് ഇപ്പം കുട്ടികൾ നല്ലൊരു പക്വതയിലേക്ക് വരികയാണ്. പക്വതയിലേക്ക് വരും കുട്ടികൾ, നല്ല പക്വതയിലേക്ക് വരും. ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ ഈ ഇതിനകത്ത് നല്ല പെർഫോമൻസ് നല്ല രീതിയിൽ കാണിച്ചു നല്ലതായിട്ട് പെർഫോമൻസ്. നിങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നല്ലോ, നല്ല പെർഫോമൻസ് ആണ് കുട്ടികളുടെ ഭാഗത്ത് നിന്നുണ്ട്. നല്ല പവറാണ്. ഓരോ ക്ലാസ് കഴിയും നമ്മളിവിടെ വരുന്ന കുട്ടികളോട് പറയുന്നത്, നമുക്ക് തന്നെ അറിയാം നമ്മൾ ഈ പഞ്ചിങ് കിറ്റയിലും മറ്റ് മൂവ്മെൻറ്റ്സിലൊക്കെ ചെയ്യുമ്പം നമ്മുടെ പവർ നമുക്കറിയാം. അപ്പോൾ ഓരോ ദിവസം കഴിയുമ്പോൾ അവരുടെ പവറിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് ബോധ്യപ്പെടും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് അവർക്ക് ബോധ്യപ്പെടുന്നുണ്ട്. ഓരോ ദിവസം കഴിയുമ്പോഴും അവരുടെ പവർ വ്യത്യാസപ്പെടുന്നുണ്ട്. മാഷ, ഇപ്പോൾ നമ്മളിപ്പം ഒരു ഇത് പഠിക്കുന്ന ഒരാൾ ഇപ്പോൾ ആ മാഷിൻ്റെ അടുക്കൽ തന്നെ ഞാൻ ചോദിക്കുകയാണ്, പെട്ടെന്ന് നമുക്കൊരു ആക്രമണം ഉണ്ടായാലും എങ്ങനെ അത് പെട്ടെന്ന് നിന്ന് തടയാൻ അല്ലെ ബ്ലോക്ക് ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റും. ഇപ്പോൾ സാറ് ഇങ്ങോട്ട് നമുക്ക് ഇങ്ങനെ അടിച്ചു, ഇങ്ങോട്ട് നേരെ നിന്ന് അടിച്ചു, നേരെ നിൽക്കണം അല്ലേ? അല്ല, എങ്ങനെയാലും നിന്ന് അടിച്ചു, അടിച്ചു. ഇത് ബ്ലോക്കാണ്. ഇപ്പം നമ്മൾ ഈ കൈ കണ്ടോ? എല്ലാം ഒടിയുന്ന പോലെ പോയിട്ടുണ്ട്. കണ്ടോ? എന്നിട്ട് നമുക്ക് ഇത് പിടിച്ചു കഴിഞ്ഞാൽ ഈ കയ്യിലിരിക്കും. മനസ്സിലായേ? അപ്പോൾ ഇത് ഇയാളെ ഇങ്ങോട്ട് കൊണ്ടുവരാം, ലോക്കാക്കി. കണ്ടോ? അപ്പോൾ നമ്മൾ ഈ കൈ ഫ്രീ ചെയ്യാം, ഇയാളെ ഇരിക്കാം. മനസ്സിലായോ? കാരണം ഇത് ഒരു ചെറിയ കളിയല്ല. കാരണം ഈ ഒരു സൈഡ് കംപ്ലീറ്റ് വലിഞ്ഞു മുറുകും. അത് ഞാൻ ഇച്ചിരി അയച്ചാണ് പിടിച്ചത്. മുറുകി പിടിച്ചു കഴിഞ്ഞാൽ ഇവിടെ കയറി ബെൻഡാവും. ഓക്കെ, അത് ഞാൻ പിടുത്തമായി പോയിട്ടു. ഓക്കെ. പിന്നെ നമ്മളെ കയ്യിലിപ്പം ഒരാൾ കയറി പിടിക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ പിടിച്ച് ഇതുണ്ടോ ലോക്കാം. അത് എല്ലൊടിയുന്ന കൂട്ടോ. സമ്മതിച്ച് ഇവിടെ ഈ ജോയിന്റ് പറയുന്ന പോലെ തോന്നുന്നു, ഇത് പറയുന്ന പോലെ തോന്നുന്നുണ്ട്. വാസോ അതെ, അത് എന്റെ ഒരു അനുഭവം പറയാം. ആ ഒരു പിടുത്തത്തില് ഏകദേശം ഒരു 10-20 മൊട്ടുസൂചി തല്ലി തറയ്ക്കുന്ന ഒരു അവസ്ഥയാണ് ഈ ജോയിന്റിന്റെ ഇടയ്ക്ക്. അതെ അതെ, അതൊക്കെ സിമ്പിളായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഒരുപാട് ലോക്കുകൾ ഒരുപാടുണ്ട്. നമ്മളിപ്പം ഒരു ടാപ്പ് തുറന്നാൽ വെള്ളം വരുന്ന പോലെ ചില സമയത്തുണ്ട്. അതെൻ്റെ മാഷിൻ്റെ ഒരു ഗുരുത്വം, എൻ്റെ ഒരു ഗുരുത്വത്തിൻ്റെ ഭാഗമായിട്ടാണ് അത് നമുക്ക് ഇപ്പോഴും സ്വായത്തമാക്കി എടുക്കാൻ കഴിഞ്ഞത്. നമ്മളെ ഇൻ്റർനാഷണൽ അക്കാഡമി ഓഫ് നിഞ്ച ആൻഡ് കിക്ക് ബോക്സിംഗ് ആണ് ഇവിടെ ഈ ക്ലാസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ 29 വർഷക്കാലം കൊണ്ട് മാങ്കാങ്കുഴി അതുപോലെ തന്നെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് നമ്മൾ ക്ലാസ്സുകൾ നടത്തുന്നുണ്ട്. നമ്മുടെ കുട്ടികളാണെങ്കിൽ ഒട്ടനവധി ചാമ്പ്യൻഷിപ്പുകളിലെല്ലാം പങ്കെടുത്തിട്ടുണ്ട്. അതിലെ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തവരുണ്ട്, നാഷണലുണ്ട്, അതുപോലെ തന്നെ ഇൻ്റർനാഷണലും ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തവരുണ്ട്. അപ്പോൾ ഇവിടെ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് നേടിയ ഒരു കൊച്ചു കുഞ്ഞാണ് ഇത്. നിജസ്തുവിൻ്റെ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത ആളാണ്. പേര് സായി, ഗോൾഡ് മെഡലായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ സായിയുടെ പ്രോഗ്രാമിൽ പങ്കെടുത്ത ശ്രാവന്തിക അനിൽ ഗോൾഡ് മെഡലായിരുന്നു. അതുപോലെ തന്നെ അനന്യ, ഇവിടേക്ക് നമ്മുടെ സായിയുടെ ഖേലോ ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ സ്പോർട്സ് കോട്ടയിൽ ഗേൾസിൻ്റെ മത്സരത്തിൽ പങ്കെടുത്തവരാണ് വൈഗ, വേദ, അതുപോലെ തന്നെ ശ്രാവന്തിക, നമ്മുടെ അനന്യ, പിന്നെ അതുപോലെ ഇത്രയും പേരാണ് ഗേൾസിൻ്റെ മത്സരത്തിൽ പങ്കെടുത്തത്. ഇവരെല്ലാം ഗോൾഡ് മെഡലാണ്. അത് സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടിയാണ്, പെൺകുട്ടികൾക്ക് സുരക്ഷ. ഇപ്പോഴത്തെ ഈ ഒരു ഇതില് നമുക്കൊരു സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ധൈര്യം കിട്ടും. നമുക്കൊരു ധൈര്യമാണ് എല്ലാം നേരിടാൻ. അതിലേക്ക് ഇറങ്ങി വരിക, അതാണ് നിങ്ങൾക്ക് പറയാനുള്ളത്. വളരെ ഹാപ്പിയാണ്. ഇവർ നിരന്തരമായി അത് സിലാട്ട് എന്ന് പറഞ്ഞൊരു ആർട്ടുണ്ട്, പെൻകാക് സിലാട്ട് എന്ന് പറഞ്ഞൊരു ആർട്ടുണ്ട്. അതിൽ ഗോൾഡ് മെഡൽ മേടിച്ചവരാണ്. അതിലും നമ്മുടെ കുട്ടികളെ ചാമ്പ്യൻഷിപ്പിലൊക്കെ പങ്കെടുപ്പിക്കുന്നുണ്ട്. അത് സ്റ്റേറ്റ് നാഷണലും എല്ലാം ഉണ്ട്.
അതുപോലെ സായി പങ്കെടുപ്പിക്കുന്നുണ്ട്. സായിയിൽ ഇവർ പോയി മെഡൽ മേടിച്ചിട്ടുണ്ട്. എൻ്റെ പേര് കമലേഷ് എന്നാണ്. ഞാൻ തമിഴ്നാട്ടിൽ നിന്നാണ് വന്നേക്കുന്നത്. ഇവിടെ വന്നിട്ട് ഒരു 10 വർഷത്തോളം. അതെ. ഞാൻ തമിഴ്നാട്ടിലും കുറേ സ്ഥലത്ത് പഠിക്കാൻ പോകുന്നുണ്ടായിരുന്നു. പക്ഷെ അവിടത്തേക്കാട്ടിലും ഇവിടെ വന്നപ്പോഴാണ് എനിക്കൊരു ആത്മവിശ്വാസവും ധൈര്യം എല്ലാം വന്നത്. ആ ആണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത ആളാണ് നമ്മുടെ അമരേഷ് ഗോൾഡ് മെഡലായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഭരത് നാഷണൽ അതുപോലെ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിലെല്ലാം പങ്കെടുത്തിട്ടുണ്ട്. കിക്ക് ബോക്സിങ്, മുയ്ത്തായി, അതുപോലെ തന്നെ നമ്മുടെ സിലാട്ടിനും പെങ്കെ സിലാട്ടിനും നമ്മൾ നിജസ്റ്റുവിൻ്റെ ഇതിനകത്തും നമ്മൾ പങ്കെടുത്തിട്ടുണ്ട്. അവരാണ്. അതുപോലെ തന്നെ ഇത്രയും പേര് വൈകാശ് ഇത്രയും പേര് നമ്മളെ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തവരാണ്. ഇത് തമിഴ്നാട്ടിലാണ്. എന്നാൽ ഇവിടെ കേരളത്തിൽ വന്ന് നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹം 2 മുയ്ത്തായുടെ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തു. ഒന്ന് തൃശ്ശൂരും അതുപോലെ തന്നെ ഒന്ന് കോഴിക്കോടും വെച്ച് നടന്ന മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. 2 മത്സരങ്ങളിലും ഗോൾഡ് മെഡലാണ്. അതുപോലെ തന്നെ നിജസ്റ്റുവിൻ്റെ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡലാണ്. ഇത് അഭിഷേക്, ഇതിൻ്റെ പേര് കമലേഷ് എന്നാണ്. ഈ ഗോൾഡ് മെഡൽ മേടിച്ച കമലേഷ്. ഇത് അഭിഷേകും നമ്മുടെ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡലാണ്. ഇത് അഭിനവ് നമ്മുടെ ഗോൾഡ് മെഡലാണ്. സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്താണ് നിജസ്റ്റുവിൽ. അപ്പം നിജസ്റ്റുവിൽ പങ്കെടുത്ത് ഗോൾഡ് മെഡൽ നേടിയിട്ടുണ്ട്. പിന്നെ അഷ്ടമി നല്ല മിടുക്കിയാണ്. ഗോൾഡ് മെഡലാണ്. നിജസ്റ്റുവിൽ ഗോൾഡ് മെഡൽ മേടിച്ചു. അഷ്ടമി ഒന്ന് സ്ട്രെച്ചിങ് നല്ല സ്ട്രെച്ചായിട്ടിരിക്കുന്ന കുട്ടിയാണ്. നല്ലതായിട്ട് പെർഫോമൻസ് ചെയ്യുന്ന കുട്ടിയാണ്. ഓക്കെ, എണീച്ചോ. കാല് നേരെ മേളിലോട്ട് പൊക്കിക്കേ മോനെ. റെഡി. ഇതുപോലെ കാല് റൈസ് ചെയ്ത് നിൽക്കാൻ കഴിയുന്നതാണ്. നമ്മുടെ കഴിഞ്ഞ ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ കരസ്ഥമാക്കിയ കുട്ടിയാണ്. അതുപോലെ തന്നെ സൗരവ് ഇനി ആരാ? ഇനി വാ, ഫ്രണ്ട് വാ. ഇവർ 2 പേരും നമ്മളെ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത് ഗോൾഡ് മെഡൽ നേടിച്ചു. മോനൊന്ന് ഇരുന്നേരി. സ്ട്രെച്ചിങ് നല്ല വൃത്തിയായിട്ട്, ഫ്ലെക്സിബിലിറ്റി നല്ല ഇതായിട്ടുള്ള ഒരു കുട്ടിയാണ്. ഒരുപാട് കുട്ടികളുണ്ട്. ഇവരെല്ലാം നാഷണൽ ഗോൾഡും ഒക്കെ മേടിച്ചതാണ് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പുകളിലും എണ്ണിച്ചു. അതുപോലെ ഇത് നമ്മുടെ കരാത്തെ ഫെഡറേഷനിലാണ് ഇത് പഠിച്ചിട്ടുള്ളത്. ചെറുപ്പം മുതലേ ബ്ലാക്ക് ബെൽറ്റാണ്. ഒത്തിരി ചാമ്പ്യൻഷിപ്പുകളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ഫെഡറേഷൻ്റെ നാഷണൽ ചാമ്പ്യൻഷിപ്പ് വിന്നറാണ്. ഇപ്പോൾ നമ്മുടെ അക്കാഡമിയായിട്ട് ബന്ധപ്പെട്ട് ബോക്സിങ്, അത് മുയ്ത്തായി, കിക്ക് ബോക്സിങ്, അതുപോലെ തന്നെ നിജസ്റ്റും ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ബെറ്ററാണ്. അദ്ദേഹത്തോട് തന്നെ നിങ്ങൾക്ക് ചോദിക്കാം. നമ്മുടെ മാർഷൽ ആർട്സിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് പറയും. നമ്മുടെ മറ്റ് ആർട്ടുകളെക്കാട്ടിയൊക്കെ നമ്മുടെ ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലാണ് നമ്മുടെ ക്ലാസ്സുകൾ കൊടുക്കുന്നത്. ബെറ്ററായിട്ടാണ്. ഓരോ ദിവസം കഴിയുമ്പോൾ അവരുടെ പവർ, നമ്മുടെ ശരീരത്തിൻ്റെ പവർ എങ്ങനെ കൂട്ടാം എന്നതിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് നമ്മൾ ഓരോ ക്ലാസ് കഴിയുമ്പോഴും ഓരോ കുട്ടിക്കും ബോധ്യമാകുന്നതാണ്. അങ്ങനെയാണ് കുട്ടി അതിൻ്റെ ആവേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. പേര് അമൽ, ആകാശ് അങ്ങോട്ട് നിന്ന്. അപ്പം ഒരിക്കൽ കൂടി ഞങ്ങൾ നന്ദി അറിയിക്കുകയാണ്. സ്മാർട്ട് പെൻ സഫാരിയുടെ ഈ ഒരു എപ്പിസോഡിന് വേണ്ടി അങ്ങയുടെ വിലപ്പെട്ട സമയം ഞങ്ങളുടെ ചാനലിന് വേണ്ടി നീക്കി വെച്ചതിന് വളരെയധികം നന്ദി അറിയിക്കുകയാണ്. അപ്പം ഇനിയും തുടർന്നും ഈ ഒരു സ്ഥാപനം വർഷങ്ങളോളം നിലനിൽക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു. ഓക്കെ.